വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 24, 29 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രന്റെ ആഗമനം. അക്കാലത്തെ പീഡനങ്ങൾക്കു ശേഷം പെടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിലും നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. യുഗന്ത്യോന്മുഖമായ സന്ദേശം. മനുഷ്യപുത്രന്റെ ആഗമനം എന്ന ശീർഷകത്തിലാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആരെ ഉദ്ദേശിച്ചാണ് ഈ മനുഷ്യപുത്രൻ എന്ന പ്രയോഗം. പതിവായ ദ്വീപിലേക്ക് അണയുന്നവരായ നമ്മെ സംബന്ധിച്ച് അത് വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ് എന്ന് വേണം കരുതാൻ. യേശു തന്നെപ്പറ്റി തന്നെ സ്വയമായിട്ട് വിളിക്കുന്ന നാമധേയമാണ് മനുഷ്യപുത്രൻ എന്ന നാമധേയം. യേശു രണ്ടാമതൊരു ആഗമനം ചരിത്രത്തിലെ നിർവഹിക്കും എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ യേശുവിന്റെ രണ്ടാമത്തെ ആഗമനം അത് എന്ന് നടക്കും, എങ്ങനെ നടക്കും എന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള സത്യമല്ല. മനുഷ്യപുത്രന്റെ ആഗമനത്തെ സംബന്ധിച്ച് ഒരുക്കം എന്ന രീതിയിൽ ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങള്, സംഗതികള് മുഴുവൻ വാച്യാർത്ഥത്തിൽ നാം ഗ്രഹിക്കേണ്ടതല്ല. അതിൽ ഒരുപാട് ഭാവനകള്, ഫാന്റസി, മിത്തോളജി ഇതൊക്കെ ഇടകലർന്നിട്ടുള്ള ഒരു ലിറ്റററി ഫോം ആണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ ആത്യന്തികമായിട്ടുള്ള വിഷയം, അതിന്റെ സന്ദേശം, ദൈവം നിർണായകമായ രീതിയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടും. ഈ ഇടപെടല് എന്നാണ്, എങ്ങനെയാണ് എന്നത് നമുക്കൊരു അറിവും ലഭിക്കാനിടയില്ല. അത് നനച്ചിരിക്കാത്ത സമയത്ത് കള്ളനെ പോലെയാകും അത് സംഭവിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ അനുകൂലമായ രീതിയിൽ നമുക്കായിട്ട് ഭവിക്കാൻ ഇടവരത്തക്ക വിധത്തില് ജാഗ്രതയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം ആണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്.